ഇപ്പം നല്ല ചൂട് കാലമൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ആയാലോ? 500 ml പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ പാല് മാറ്റി വെക്കണം. ഇനി ആ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കട്ട കെട്ടാതെ നന്നായിട്ട് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കണം. പൊടി ഒരിക്കലും ഡയറക്റ്റ് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഇട്ട് കൊടുക്കരുത്. അത് പെട്ടെന്ന് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തണുത്ത പാലിനകത്ത് മാത്രം വേണം പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാൻ. ഇനി അത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഒഴിച്ച് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മധുരത്തിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. വേറൊരു ബൗളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കുറച്ച് പൂവൻപഴം അരിഞ്ഞതും പിന്നെ ഒരു ആപ്പിൾ ഫുള്ളായി അരിഞ്ഞതും പിന്നെ അതിലേക്ക് കുറച്ച് മാതള നാരങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് മാങ്ങാ പീസും കൂടെ ചേർത്ത് സ്പൂണും കൊണ്ട് നന്നായി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിശ്രിതവും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പാലിൻ്റെ മിശ്രിതം മൊത്തത്തിലായിട്ട് ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. പകുതി ഇളക്കിയതിന് ശേഷം ബാക്കി ബാലൻസ് പാലും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഫ്രൂട്ട്സിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാലേ അത് നന്നായിട്ട് സെറ്റായി കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ ചൂട് കാലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡെസേർട്ടാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക.